ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെൽഫോൺ ഗുരു. എല്ലാവർക്കും അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള വിവോ V19 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കാര്യങ്ങളും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, വിവോ V19. നല്ലൊരു ബോക്സാണ്, ബ്ലാക്ക് കളറിലാണ് വിവോ V19 ബോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം നമ്മൾ V17 ബോക്സ് പോലെ തന്നെയാണ്. സിൽവറിലാണ് വിവോ എന്ന് എഴുതിയിരിക്കുന്നത്, V19 എന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബോക്സും കൂടി കാണാൻ പറ്റും. ഈ ബോക്സിൻ്റെ അകത്താണ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് കേബിള്, പൗച്ച്, അതുപോലെ തന്നെ സിം എജക്ഷൻ ടൂൾ, എന്ത് കാര്യങ്ങളൊക്കെ എല്ലാം ഇത് ഈ ബോക്സിൻ്റെ അകത്താണ് നമുക്ക് വരുന്നത്. കസ്റ്റമർ വാറണ്ടി കാർഡും അതുപോലെ തന്നെ സേഫ്റ്റി കാർഡും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബുക്ക്ലെറ്റാണ്. പിന്നെ ടൈപ്പ് സി ആണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇത് വരുന്നത്. ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് ഈ കേബിളിന്. ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല ഡിസൈനും കാര്യങ്ങളാണ്, സ്ലിമ്മാണ്. അതുപോലെ തന്നെയാണ് കാണാൻ നല്ല കളറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ പൊസിഷൻ ഏകദേശം നമ്മുടെ V17 പോലെ തന്നെയാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അടുത്തത് ചാർജറാണ്. ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് നമുക്ക് വിവോ ഫ്ലാഷ് ചാർജ് 33 വാട്ടിൻ്റെ ചാർജറാണ്. നമുക്ക് ഏകദേശം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി അതിനകത്ത് യൂസ് ചെയ്തേക്കണേ. 33 വാട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 54% ചാർജ് ആവും. പിന്നെ ഹെഡ്സെറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലത് V17 ഹെഡ്സെറ്റ് തന്നെയായിരുന്നു. ഇത് കുറച്ചും കൂടി ബേസ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് പോലെ തോന്നുന്നുണ്ട്. അധികം നേരം നമുക്ക് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെവി വേദന എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഫോണിലുള്ളത്. പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിന് ഓപ്പൺ ചെയ്യാം. ഡിസ്പ്ലേ നല്ല ക്ലാരിറ്റി ഉള്ളതാണ് കേട്ടോ. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. E3 ഡിസ്പ്ലേ ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ഗ്ലെയർ അടിച്ചാലും സൺലൈറ്റിലൊക്കെ അത്യാവശ്യം ഗ്ലെയർ അടിച്ചാലും അത്യാവശ്യം ക്ലാരിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ഡിസ്പ്ലേൻ്റെ അകത്ത് തന്നെ പഞ്ച് ഹോളിൽ തന്നെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറകളാണ് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ വന്നിരിക്കുന്നത്. അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ യൂസർ ഇൻ്റർഫേസ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 വോയിസ് പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ മെനു ഗെസ്റ്റർ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിംഗ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിൽ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവോയിൽ നമ്മൾ താഴെ നിന്ന് ആണ് അതിൻ്റെ സെറ്റിങ്സ് എടുത്തിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. 8GB വേരിയൻ്റ് ആണ് അത്. 8GB 128ഉം അതുപോലെ തന്നെ 8GB 256 വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. നിലവിൽ 8GB 128 മാത്രം വന്നിട്ടുള്ളൂ. ഫൺ ടച്ച് വോയിസ് തന്നെയാണ് അതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് 10 വെർഷനും അതുപോലെ തന്നെ ഫൺ ടച്ച് വോയിസ് 10 വെർഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് 712 സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ്. ക്യാമറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ, സെൽഫി, എല്ലാ കാര്യങ്ങളും എടുക്കാം. 32 മെഗാ പിക്സലും 8 മെഗാ പിക്സലും. 8 മെഗാ പിക്സൽ വൈഡ് ആംഗിളിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ യൂസ് ചെയ്യാം. പിന്നെ ബാക്ക് ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ 48 മെഗാ പിക്സൽ സെപ്പറേറ്റ് ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് വേണം നമുക്ക് 48 മെഗാ പിക്സൽ എടുക്കാനായിട്ട് തന്നെ. വൈഡ് ആംഗിൾ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 8 മെഗാ പിക്സലായിരിക്കും വൈഡ് ആംഗിൾ വരുന്നത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ. അതെല്ലാം നോർമൽ ക്യാമറ ആണെങ്കിൽ 32 മെഗാ പിക്സൽ വരും. ബാക്ക് ക്യാമറ നമുക്ക് 48 മെഗാ പിക്സലുണ്ട്, 8 മെഗാ പിക്സലുണ്ട്, 2 മെഗാ പിക്സലുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ വേറൊരു ക്യാമറ ഉണ്ട്. മൊത്തം 4 ക്യാമറകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വൈഡ് ആംഗിളിൻ്റെ ഇത് നോർമൽ വീഡിയോ, ഇത് വൈഡ് ആംഗിളിൻ്റെ ഒരു ഷോട്ടാണ്. 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളാണ്. ഇതിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാണുന്നുണ്ട്. LED ഡിസ്പ്ലേൻ്റെ ആയിരിക്കാം, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ആണത്. കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടിയതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഈ നമുക്ക് ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഡയറക്റ്റ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ആണ് കേട്ടോ ബാറ്ററി. അതുപോലെ തന്നെ ഈ LED ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ പേടിയൊന്നും വേണ്ട. ലോ ബാറ്ററി ആയാലും ഫാസ്റ്റായിട്ട് ചാർജ് കയറാനുള്ളൊരു ടെക്നോളജിയാണ് നമുക്ക് അത് യൂസ് ചെയ്തിരിക്കുന്നത്. വിവോ ഫ്ലാഷ് ചാർജ് 2.0 ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. പഴയ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിന്നാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് എല്ലാം നമ്മൾ എടുത്തിരുന്നത്. ഷോർട്ട് കട്ട് ബാറെല്ലാം എടുത്തിരുന്നത് താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴായിരുന്നു. ഇത് കുറച്ചും കൂടിയും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. പഴയ വിവോ കസ്റ്റമേഴ്സ് വിവോ ഉപയോഗിച്ചിരുന്ന ആളുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് വലിച്ചിട്ട് കാര്യമില്ല, മുകളിൽ നിന്നാണ് അതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിവോ എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ പുതിയ സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട്. ഫോൺ കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.